ഖുറാനിലെ സൂറത്തുൽ കഹ്ഫ് 18:9 മുതൽ 26 വരെ വിവരിക്കപ്പെടുന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം വിശ്വാസത്തിന്റെ മഹത്തായ ദൃഷ്ടാന്തമാണ്. ഇത് മരണാനന്തര ജീവിതത്തെയും അള്ളാഹുവിന്റെ പരിപാലനത്തെയും തെളിയിക്കുന്ന അത്ഭുതകരമായ സംഭവമാണ്. രാത്രിയുടെ ഇരുട്ട് നഗരം മുഴുവൻ മൂടിയിരുന്നു. വിപുലമായ കൊട്ടാരത്തിന്റെ മുകളിൽ ദീപങ്ങൾ കത്തുന്നു. അതിന്റെ അടിയിൽ ഭയത്തിന്റെ നിഴലിൽ ജീവിക്കുന്ന ഒരു ജനത. ആ രാജാവിന്റെ പേര് ഡെസിയസ്. അവന്റെ നിയമം വ്യക്തമായിരുന്നു. എന്നെ ആരാധിക്കണം, വിഗ്രഹങ്ങളെ ആരാധിക്കണം, അല്ലെങ്കിൽ ശിക്ഷ. പക്ഷേ അവിടെ ചില യുവാക്കളുണ്ടായിരുന്നു. രഹസ്യമായ വിശ്വാസം. അവർ രാത്രിയിൽ ഒത്തുകൂടി. നമ്മുടെ റബ്ബ് ആകാശത്തിന്റെയും ഭൂമിയുടെയും റബ്ബാണ്, ഒരാൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. മറ്റൊരാൾ ചേർത്തു, അവനെ വിട്ട് മറ്റാരെയും ഞങ്ങൾ ആരാധിക്കില്ല. അവർക്കറിയാമായിരുന്നു ഈ വാക്കുകൾ അവരുടെ ജീവൻ കൊണ്ടുപോകും. എന്നാൽ അവർ തിരഞ്ഞെടുത്തത് സത്യമായിരുന്നു. ഒരു രാത്രി അവർ നഗരം വിട്ടു. പിറകിൽ ചന്ദ്രപ്രകാശം, മുന്നിൽ മലകൾ, ഒരു ഗുഹ അവരുടെ അഭയം. അവർക്കൊപ്പം ഒരു നായയും ഓടിവന്നു. അത് ഗുഹാമുഖത്ത് കാവലായി കിടന്നു. ഗുഹയുടെ ഇരുണ്ട അന്തരീക്ഷത്തിൽ അവർ കൈകളുയർത്തി പ്രാർത്ഥിച്ചു, റബ്ബേ, നിന്റെ കരുണ ഞങ്ങൾക്ക് നൽകേണമേ, ഞങ്ങളുടെ കാര്യത്തിൽ ശരിയായ വഴിയൊരുക്കേണമേ. അപ്പോൾ നിശബ്ദത, കാറ്റുപോലും നിൽക്കുന്നതുപോലെ. അവർ ഉറങ്ങിത്തുടങ്ങി. ഒരു ദിവസം, 2 ദിവസം, 1 വർഷം, അല്ല, 3 നൂറ്റാണ്ടുകൾ. അതെ, 300 വർഷങ്ങൾ. സൂര്യൻ ഉദിച്ചു, അസ്തമിച്ചു. രാജ്യങ്ങൾ മാറി, ഭരണാധികാരികൾ മാറി, ചരിത്രം മാറി. പക്ഷേ ഗുഹയിൽ